അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഏറ്റവും ആദരണീയനും പ്രിയപ്പെട്ടവനും ആയ സുൽത്താനുല്ലമ്മ കാന്തപുരം ഉസ്താദ് അടക്കം വേദിയിലിരിക്കുന്ന രാജീവ് ശങ്കരൻ, പി കെ അബ്ദുറഹിമാൻ പോലെയുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. സത്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊള്ളാവുന്ന രീതിയിൽ ഞാൻ ആളുകൾക്ക് മുമ്പിൽ സംസാരിക്കാനൊക്കെ പറ്റുമെന്ന് ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷേ ഇന്ന് അങ്ങനെ സംസാരിക്കാവുന്ന ഒരു വല്ലാത്തൊരു വൈകാരികമായൊരു മുഹൂർത്തമാണിത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എം ബഷീറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബഷീർ എനിക്ക് നേരത്തെ രാജീവ്ജി വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾക്കൊക്കെ അങ്ങേയറ്റം അടുത്ത സുഹൃത്തായിരുന്നു. ഒരു ദിവസം പോലും ബഷീറിനോട് സംസാരിക്കാത്ത ദിവസം ഉണ്ടായിട്ടേ ഇല്ല. നിങ്ങളൊക്കെ KMB എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ബഷി എന്ന് മാത്രമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം നമ്മുടെ പത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ആവേശപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ് ബഷീർ. തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫ് എന്നത് ഒരു സ്ഥാനം മാത്രമാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് നിരവധിയായ സ്ഥാനമാനങ്ങളും വലിയ സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോഴും ഈ പത്രത്തോടുള്ള അങ്ങേയറ്റത്തെ കൂറ്, ഈ സംഘടനയോടുള്ള കൂറ്, ഈ നമ്മുടെ മർക്കസിൽ നിന്ന് പഠിച്ചു പോയി എന്നതിൻ്റെ ഉറപ്പ്, വടകര മുഹമ്മദ് തങ്ങളുടെ മകൻ എന്ന ആ സംസ്കാരത്തിൻ്റെ ബാക്കി, ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം ബഷീർ നമ്മുടെ കൂടെ അടിയുറച്ച് നിൽക്കുകയായിരുന്നു. ഒരു ബ്യൂറോ ചീഫായി നിൽക്കുകയല്ല ശരിക്കും ബഷീർ ചെയ്തിട്ടുള്ളത്. അക്കാലത്ത് വരുന്ന ഏത് കാര്യത്തിനും, അത് ഫസ്റ്റ് പേജിലെ ഹെഡ്ലൈൻ തൊട്ട് അതിൻ്റെ വിന്യാസം തൊട്ട് എല്ലാ കാര്യത്തിനും നമ്മൾ ബഷീറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ വെട്ടാ സാർ പറഞ്ഞതിൽ ഒരു ചെറിയൊരു തിരുത്ത് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ബഷീർ വാഹനാപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാക്കിൽ പെശകുണ്ട് എന്നുള്ളത്. വാഹനം ഇടിച്ച് കൊന്നു എന്ന് തന്നെ പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതാണ് വസ്തുത, യാതൊരു സംശയവുമില്ല. അതിൻ്റെ കേസും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കൽ പോലും ബഷീർ ഇല്ലാതാവുന്നില്ല, ഒരു ദിവസം പോലും ഇല്ലാതാവുന്നില്ല. അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ സംസാരിക്കാനൊക്കില്ല. ബഷീർ സത്യത്തിൽ നമ്മുടെ പത്രത്തെ മരിച്ചിട്ടും സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അതിന് ശേഷം എവിടെ വെച്ച് കണ്ടാലും ആര് കണ്ടാലും ബഷീറിൻ്റെ പത്രത്തിൽ നിന്നുള്ള ആളാണെന്നാണ് പറയുന്നത്. ട്രെയിനിലൊക്കെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പത്രപ്രവർത്തകരാണ് സിറാജിത, അത് ബഷീറിൻ്റെ പത്രം എന്നാണ്. ബഷീർ ഇന്നും നമ്മുടെ പത്രത്തെക്കുറിച്ച് മരിച്ചു പോയിട്ടും നമ്മുടെ പത്രത്തിൻ്റെ പ്രചാരകനും പിന്തുണക്കാരനുമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഷീറിൻ്റെ പേരിലൊരു അവാർഡ് എനിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം എളിമയോടെയും വിനയത്തോടെയുമാണ് അതിനെ സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, രാജീവ്ജിയുടെ പറഞ്ഞതുപോലെ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു. രാജീവ്ജി എങ്ങനെയൊക്കെ എന്നെ പരിചയപ്പെടുത്തുക, അത് ഇച്ചിരി കഷ്ടമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ പോസ്റ്റ് രാജീവ്ജി ഏൽപ്പിച്ചത് എന്ന് അത് എങ്ങനെ അത് ചെയ്യും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് രാജീവ്ജി അത് ചെയ്തത്. ഞങ്ങളുടെ ബന്ധമൊക്കെ പറഞ്ഞതിന് ശേഷം ബഷീറുമായി ഒരു സാമ്യപ്പെടുത്തുന്നു എന്നെ എന്ന് പറയുന്നത് ഈ അവാർഡിനോളം തന്നെ ഞാൻ വലിയ ഭാഗ്യമായും അംഗീകാരവുമായി അതിനെ കാണുകയാണ്. മർക്കസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു കാരണവശാലും എനിക്ക് അന്യമല്ല, ഞാൻ വിരുന്ന് വന്നതല്ല, ഞാൻ ഇവിടെയുള്ള ആളാണ്. ഈ മർക്കസിൽ വന്നതിന് ശേഷമാണ് സത്യം നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയും. ഒരാൾ ഒരു ഇക്കോസിസ്റ്റത്തിൽ എത്തുമ്പോഴാണ് അയാൾ മറ്റൊരു ചീത്തയായോ മോശമായോ അലഞ്ഞോ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് ഏറ്റവും ശരിയായ സ്ഥലത്ത് എത്തുമ്പോഴാണ് അയാളുടെ ഇടം അയാളെത്തുക. ആ ഇടം എത്തിയത് ഞാൻ മർക്കസിലെത്തുമ്പോഴാണ്. മർക്കസിൽ ഞാൻ പഠിപ്പിച്ചു, ആർട്സ് കോളേജിൽ പഠിപ്പിച്ചു. അന്നൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോത്സാഹനം, ഉസ്താദുമായിട്ടുള്ള എൻ്റെ ബന്ധം, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം, ഈ മർക്കസാണ് എന്നെ ഇങ്ങനെയാക്കി തീർത്തതെന്ന് പറയുന്നത് എവിടെ പറയുന്നതിലും എനിക്ക് യാതൊരു സംശയമോ ഇടർച്ചയോ ഇല്ല. അത് വസ്തുതയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ഈ മർക്കസിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള കുട്ടികൾ അവർ പിരിഞ്ഞു പോവുകയല്ല. അതാണ് ഈ മർക്കസിൻ്റെ സവിശേഷത. അതാണ് ഇവിടെ പഠിച്ച ആളുകൾ അങ്ങ് പോവുകയല്ല,
അവർ പല നിലകളിൽ ഈ സ്ഥാപനത്തോട് സഹകരിക്കുകയും ഈ സ്ഥാപനം വിളിച്ചാൽ എവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തെളിവാണ് ഈ അലുമിനി അസോസിയേഷൻ. അവരിങ്ങനെ KMBയെ ഓർക്കുന്നു, അവാർഡ് വെക്കുന്നു. ഈ അവാർഡ് മാത്രമൊന്നുമല്ല, അലുമിനി സംഘടന നിരവധിയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദിൻ്റെ ഒരു വിളിയാളം കേൾക്കുമ്പോൾ, ഇവിടെ ഒരു സമ്മേളനമുണ്ടെന്ന് കേൾക്കുമ്പോൾ, ഇവിടെ ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയുമ്പോഴൊക്കെ പല നാടുകളിലുള്ള ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ ഇതിനോട് സഹകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ പത്രപ്രവർത്തന രംഗം എന്ന് പറയുന്നത് നേരത്തെ രാജീവ്ജിയോട് പറഞ്ഞതുപോലെ വളരെ ശ്രമകരമായി, ബുദ്ധിമുട്ടോടെ, ശ്രദ്ധയോടെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയും അപകടം പറ്റുന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വാർത്ത ഇൻ്റർനാഷണൽ ലെവലിലൊരു വാർത്ത, നാഷണൽ ലെവലിലൊരു വാർത്ത, വേണ്ട നമ്മളെ നാട്ടിലൊരു വാർത്ത തന്നെ നോക്കുമ്പോഴേക്കും കറക്റ്റ് വ്യാജ വാർത്ത നമുക്ക് വേണ്ടി തയ്യാറാക്കി പലയിടങ്ങളിലായി വെച്ചിട്ടുണ്ടാവും. ഇൻ്റർനെറ്റിൽ പലയിടങ്ങളിലായി കുഴിബോംബ് പോലെ അത് വിതറി വെച്ചിട്ടുണ്ടാവും. നമുക്ക് അടുത്ത് കിട്ടാവുന്ന സ്ഥലത്ത് ഉണ്ടാവും. നമ്മൾ എടുത്തു പോവും, എടുത്ത് കയ്യങ്ങോട്ട് ചെല്ലും. അപ്പം നമ്മൾ ആലോചിക്കും, പടച്ചോനെ ഇതിലൊരു വ്യാജം ഉണ്ടല്ലോ, ഇതിലൊരു കുഴപ്പമുണ്ടല്ലോ, ഇതെൻ്റെ സമുദായത്തിന് ചോദിച്ചതല്ലല്ലോ, ഇത് ഞങ്ങളുടെ സംസ്കാരത്തിന് ചോദിച്ചതല്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അത് വരുന്നതിനെ കുറിച്ചാണ് രാജീവ് സാർ ഇവിടെ പറഞ്ഞിട്ടുള്ള അജാഗ്രത എന്ന് പറയുന്നത്. വളരെ ശ്രമകരമാണ്. നിങ്ങൾക്കത് ആലോചിക്കാവുന്നതിനേക്കാളും വലിയ രീതിയിലാണ് തെറ്റായ കാര്യങ്ങൾ നാട്ടിലുടനീളം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് എത്താൻ നല്ല ശ്രമം ആവശ്യമാണ്. അതിന് നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ഈ അവാർഡ് തീർച്ചയായും എന്നെപ്പോലെയുള്ള ആളുകളെയൊക്കെ നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ മർക്കസ് ഇത് തരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടാവണം എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണം. ഞാൻ ഇനി ഈ അവാർഡിന് ശേഷം ഈ അവാർഡ് എനിക്ക് ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. തീർച്ചയായും കുറച്ചുകൂടി നന്നായി വായിക്കാനും കുറച്ചുകൂടി ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മനുഷ്യർക്ക് കുറെ കൂടി ഇഷ്ടപ്പെടുന്ന നിലയിൽ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം, ആ ഒസ്യത്ത് ഞാൻ നിങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അത് ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങാൻ പറ്റി. എന്നെക്കുറിച്ച് വളരെ വലിയ നല്ല വാക്കുകൾ ഉസ്താദ് പറഞ്ഞു. അതൊക്കെ എനിക്ക് കിട്ടുന്ന വലിയ വലിയ അംഗീകാരമാണ്. ഞാൻ അതിനൊക്കെ അങ്ങേയറ്റം എളിമയോടെയും കുനിഞ്ഞു നിന്നും വളരെ വിനീതമായും സ്വീകരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.